യഹൂദയ്ക്ക് മാത്രം, ഈ 13 മക്കളിൽ യഹൂദയ്ക്ക് മാത്രം വിശേഷപ്പെട്ടുണ്ട്. 1 മുദ്രമോതിരം, 2 മോതിര ചരട്, 3 വടി. ഇത് 3 പണയം വെച്ച് താമാറുമായി പാപം ചെയ്തു. അല്പകാലത്തെ കുറച്ച് കാല സന്തോഷത്തിന് വേണ്ടി വിലപ്പെട്ടതൻ എന്ത് ചെയ്തു? പണയം വെച്ച്. ഇനി അതിൻ്റെ ആത്മീയ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ സ്തോത്രം ചെയ്യും. എന്തൊക്കെയാ? 1 മുദ്രമോതിരം, 2 മോതിര ചരട്, 3 വടി. ആത്മീയ അർത്ഥം പറയാം. മുദ്രമോതിരം എന്തിനെ കാണിക്കുന്നു? വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. മോതിര ചരട് അവകാശത്തെ കാണിക്കുന്നു. വടി അധികാരത്തെ കാണിക്കുന്നു. വീണ്ടെടുപ്പും അവകാശവും അധികാരവും പണയം വെച്ച് സ്തോത്രം ദൈവകൃപ നഷ്ടപ്പെടുത്തി. ഇങ്ങനെ ദൈവകൃപ നഷ്ടപ്പെടുത്തിയവർ പഴയ നിയമത്തിൽ ഒട്ടനവധിയുണ്ട്. അതിൽ 1 യഹൂദ, 2 അഹരോൻ, 3 ശൗല്, 4 ശലോമോൻ, 5 ഏലി. ഇവർ 5 പേരും പഴയ നിയമത്തിൽ വിശേഷപ്പെട്ടവരാ. പക്ഷേ ആമേൻ, ദൈവകൃപ നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ നഷ്ടപ്പെട്ടു? തെളിവെന്താ? ദൈവകൃപ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് പുതിയ നിയമത്തിൽ വിശ്വാസവീരന്മാരെ പട്ടികയിൽ ഈ 5 പേരും ഇല്ല എന്നുള്ളതാണ്. അഹരോനാരാ? പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയ ആള്. യഹൂദയാരാ? സ്തുതിക്കുന്നവൻ, മുമ്പിൽ നിൽക്കുന്നവൻ. ഏലിയാരാ? പൗരോഹിത്യ ശുശ്രൂഷ അഭിഷേകത്തോടെ ചെയ്തയാളാ. ശലോമോനാരാ? ദൈവത്തിന് വേണ്ടി ആലയം പണിതവൻ. ശൗലാരാ? ഇസ്രായേൽ 1ാമത്തെ രാജാവ്. ഈ 5 പേരും ദൈവകൃപ നഷ്ടപ്പെടുത്തിയപ്പോൾ പുതിയ നിയമത്തിൽ വിശ്വാസവീരന്മാരെ പട്ടികയിൽ ഈ 5 പേരും ഇല്ല. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഒരു വേശ്യയുടെ പേര് പോലെ എഴുതി വെച്ച്, രാഖാബ് എന്ന് പറയുന്ന വേശ്യ. രാഖാബിന്റെ പേരെഴുതിയിട്ടും ഈ 5 എണ്ണത്തിന്റെ പേര് വിട്ടുകളഞ്ഞത്. അവൻ തുടക്കം നന്നായത്, പക്ഷേ ഒടുക്കം പരാജയപ്പെട്ടു പോയി. നിന്റെ മേൽ പകർന്ന രക്ഷ അത് ദാനമാണ്. അഭിഷേകം അത് ദാനമാണ്. വീണ്ടെടുപ്പ് അത് ദാനമാണ്. അല്പകാലത്തെ സന്തോഷത്തിന് വേണ്ടി വിലപ്പെട്ട ദൈവകൃപയെ നീ കളഞ്ഞു കുളിക്കരുത്. ദാനമായി തന്നെങ്കിൽ നിലയില്ലാത്തതാണോ? ആരാ പറഞ്ഞേ? സൗജന്യമായി തന്നതാ. നമ്മളാരും വില കൊടുത്തില്ല. നമുക്ക് വേണ്ടി പുത്രൻ വില കൊടുത്തു. കാൽവരിയിൽ നമ്മുടെ നാഥൻ വില കൊടുത്തു. കേട്ടോ, ഇങ്ങനെ വന്നിരിക്കാൻ ഒരുവൻ മാത്രമേ വില കൊടുത്തുള്ളൂ. നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു നമ്മുടെ കർത്താവാകയാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ ദൈവസ്നേഹത്തിന് പ്രദർശനം വെളിപ്പെട്ടത് അത് കാൽവരിയുടെ കുലമരത്തിലാണ്. നിന്നെ കൊണ്ടിരുത്തിയത് കർത്താവിന്റെ ക്രൂശ് മരണമാ.